ഹലോ മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ +2 ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ കുഞ്ഞി ചാപ്റ്റർ ആണ്. പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സംസാരിക്കാണ്ട് കാര്യങ്ങളിലോട്ട് പോകാം. ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ. എന്താ പറഞ്ഞത്? ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ. ഇത് ഞാനൊരു സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു സോളിനോയിഡ് വരയ്ക്കുകയാണ്. ഞാനിവിടെ എന്ത് വരച്ചു? ഒരു സോളിനോയിഡ് വരച്ചു. സോളിനോയിഡില് ഒരു ഭാഗത്ത് ഞാൻ കറണ്ട് കൊടുത്തു. ഒരു ഭാഗത്ത് ഞാൻ എന്ത് കൊടുത്തു? കറണ്ട് കൊടുത്തു. ഒരു ഭാഗത്ത് കറണ്ട് കൊടുത്തു. എടാ, ഒരു ഭാഗത്ത് ഞാൻ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സോളിനോയിഡിൽ കറണ്ട് കൊടുത്ത അവിടെ എന്ത് സംഭവിക്കും? അവിടെ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. സോളിനോയിഡിൽ കറണ്ട് കൊടുത്ത എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോ ഞാൻ പറയാണ്, ഞാനിവിടെ എഴുതേണ്ട, സോളിനോയിഡിൽ കറണ്ട് കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇനി കറണ്ട് ഞാൻ കൂട്ടിക്കൊടുത്തു, അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് കൂടൂലേ? കറണ്ട് കൂട്ടിക്കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡ് കൂടും. എടാ, മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കഴിഞ്ഞാൽ അവിടത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും മക്കളെ. അപ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? EMF കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഒരു സോളിനോയിഡില് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, കറണ്ട് കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. മാഗ്നറ്റിക് ഫീൽഡ് കൂടി കഴിഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. അപ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടിയാൽ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും? EMF ജനറേറ്റ്. ഇനി നേരെ തിരിച്ചായാലും പറയാം, കറണ്ട് കുറച്ചു കൊടുത്തു. ഓക്കെ, കറണ്ട് കുറച്ചു കൊടുത്തു, മാഗ്നറ്റിക് ഫീൽഡ് കുറയും. മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞാലോ ഫ്ലക്സ് കുറയും. ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ EMF ഉണ്ടാവും. അതായത് കറണ്ടിന് ചേഞ്ച് സംഭവിച്ചാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചു. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചാൽ അവിടെ നമുക്ക് എന്തുണ്ടാവും? EMF ഉണ്ടാവും. അപ്പോ ഫാരഡേ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. Faraday's law state that electromagnetic induction, the magnitude of induced EMF, എന്താ പറഞ്ഞത്? The magnitude of induced EMF. കണ്ട, ഈ EMF-ന്റെ കാര്യം പറഞ്ഞത്. ഈ എന്താണ്? The magnitude of induced EMF in a circuit is equal to the rate of change of magnetic flux. എന്താ പറഞ്ഞത്? EMF-ന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഈക്വൽ ആയിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും. ഞാൻ ദേ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഫാരഡേ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EMF, മാഗ്നിറ്റ്യൂഡിന്റെ EMF ഈസ് ഈക്വൽ ടു എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ? മാഗ്നറ്റിക് ഫ്ലക്സ് കൂടിയാലോ കുറഞ്ഞാലോ എന്തുണ്ടാവും? EMF ഉണ്ടാവും അല്ലേ? മാഗ്നറ്റിക് ഫ്ലക്സ് കൂടിയാലോ കുറഞ്ഞാലോ എന്തുണ്ടാവും? EMF ഉണ്ടാവും. ഫാരഡേ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. ഒരു സർക്യൂട്ടിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും. ഇത്രേ ഉള്ളൂ കാര്യം ഫാരഡേ പറഞ്ഞത്. ഇനി ലെൻസസ് ലോ. ഇനി എന്താണ് ലെൻസസ് ലോ? ഫാരഡേ പറഞ്ഞു, എന്താ പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ആണെന്ന് പറഞ്ഞു. അപ്പോ നേരെ എടുത്ത വഴിക്ക് പറയാണ്, ലെൻസസ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ പറയാണ്, ശരി പറഞ്ഞതൊക്കെ ശരിയാണ്. ഓക്കെ, ഫാരഡേ പറഞ്ഞ കാര്യമൊക്കെ റെഡിയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഒന്നുമില്ല, ഞാൻ എന്തേ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EMF ഈസ് ഈക്വൽ ടു -d∅dt. ഇതാണ് ആര് പറഞ്ഞത്? ഇതല്ലട്ടാ, ഒരു മിനിറ്റ്. EMF ഈസ് ഈക്വൽ ടു d∅dt. EMF ഈസ് ഈക്വൽ ടു d∅dt. ഇതാണ് ആര് പറഞ്ഞത്? ഫാരഡേ പറഞ്ഞത്. ഇതാണ് ആര് പറഞ്ഞത്? ഫാരഡേ പറഞ്ഞത്. ഇനി ഫാരഡേ പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. എന്ന് പറഞ്ഞതാരാണ്? ലെൻസസ് ആണ്. ലെൻസസ് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. The polarity of induced EMF such that it tends to produce a current which opposes the change in magnetic flux. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എടാ, ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ടാണ് എന്തുണ്ടായത്? EMF ഉണ്ടായത്. ഓക്കെ, അപ്പോ മാഗ്നറ്റിക് ഫ്ലക്സിനെ എന്താക്കാം?
മാഗ്നറ്റിക് ഫ്ലക്സിനെ റീസൺ എന്ന് പേര് കൊടുക്കാം. കുഴപ്പമുണ്ടോ? റീസൺ, കാരണക്കാരൻ. മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഇവിടുത്തെ കാരണക്കാരൻ. ആരാണ് ഉണ്ടാവുന്നത്? ഇ എം എഫ് ആണ് ഉണ്ടാവുന്നത്. അപ്പോ റിസൾട്ട് ആണ് എന്ത്? ഇ എം എഫ്. റിസൾട്ട് ആണ് എന്ത്? ഇ എം എഫ്. എടാ, ഈ റീസൺ കാരണമാണ് ഈ റിസൾട്ട് ഉണ്ടാവുന്നത് അല്ലെ? ഈ റീസൺ കാരണമാണ് ഈ റിസൾട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ റീസൺ കാരണം ഈ റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, ഓക്കെ, ഇ എം എഫ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഇ എം എഫ് ഈ കാരണത്തെ എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് എന്റെ വീട്ടിൽ ഒരു കുഞ്ഞി പാമ്പുണ്ട്. ഓക്കെ, കുഞ്ഞി പാമ്പിന് ഞാൻ എന്ത് കൊടുത്തു? പാലും മുട്ടയൊക്കെ കൊടുത്തു. പാമ്പ് കുറച്ച് വലുതായി. ഞാൻ എന്നിട്ട് കുഞ്ഞിതാന്നും പറഞ്ഞ് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ആ പാമ്പ് എന്നെ കയറി കൊത്തൂലേ? അവിടെ ഞാൻ കാരണമല്ലേ ആ പാമ്പ് എന്ന് പറഞ്ഞ സാധനം വലുതായത് അല്ലേ? അപ്പൊ ഞാനാണ് ഇവിടുത്തെ ഫ്ലക്സ്. ഞാൻ കാരണം പാമ്പ് വലുതായി. പാമ്പ് വലുതായ പാമ്പിനെ നമുക്ക് എന്ത് വിളിക്കുക? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് വിളിക്കുക. ആ പാമ്പ് വലുതായി കഴിഞ്ഞാൽ നേരെ എന്നെ തിരിച്ചു കൊത്തും. അതായത് എന്നെ ഓപ്പോസ് ചെയ്യും, എന്നെ എതിർക്കും. അതാണ് ആര് പറഞ്ഞത്? ലെൻസസ് പറഞ്ഞത്. ലെൻസസ് പറഞ്ഞതിനോട് എല്ലാവരും യോജിക്കുന്നു. പക്ഷേ ലെൻസസ് പറഞ്ഞപ്പോ ഫാരഡേ പറഞ്ഞത് തെറ്റായില്ലേ? ഫാരഡേ പറഞ്ഞ തെറ്റായില്ലേ? അതെ, ഫാരഡേ പറഞ്ഞ തെറ്റാ. അപ്പൊ ലെൻസസ് പറഞ്ഞു ഫാരഡേ പറഞ്ഞ തെറ്റൊന്നുമല്ല, ഒരു കാര്യം മാത്രം ഇട്ടാ മതി. എന്താ? ഒരു മൈനസ് ചിഹ്നവും കൂടി ഇട്ട് കഴിഞ്ഞാൽ കാര്യം ക്ലിയറാ. അപ്പോ ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി എന്നാണ് എന്തിന്റെ ഇക്വേഷൻ? എന്തിന്റെ ഇക്വേഷൻ? ലെൻസസ് പറഞ്ഞ ഇക്വേഷൻ. ഫാരഡേ പറഞ്ഞ ഇക്വേഷനിൽ മൈനസ് ഇല്ല. ഇവിടെ മൈനസ് കിടപ്പുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, അതൊരു മിസ്റ്റേക്ക് വന്നതാണ്. ഫാരഡേ പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഡി ഫൈവ് ബൈ ഡി ടി എന്നായിരുന്നു. ഓക്കെ, ഫാരഡേ പറഞ്ഞത് എന്താണ്? റൈറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എഫ് ആ. ഇനി ലെൻസസ് പറഞ്ഞത് എന്താ? ലെൻസസ് പറഞ്ഞത് എന്താ? റൈറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. എന്തിനെ ഓപ്പോസ് ചെയ്യും? ഇ എം എഫിനെ ഓപ്പോസ് ചെയ്യും. ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാ. അടുത്ത ടോപ്പിക്കാണ് എന്ത്? മോഷണൽ ഇ എം എഫ്. അടുത്ത ടോപ്പിക്കാണ് എന്ത്? മോഷണൽ ഇ എം എഫ്. മോഷണൽ ഇ എം എഫിന്റെ കാര്യം ഇത് നോക്കിയേ. ഈ ഇൻഡുട്ടേക്കണ കണ്ട? ഈ ഇൻഡുട്ടേക്കണതാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇതേ കണ്ട മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോവേണ്. ഇങ്ങനെ പോയപ്പോ ഞാൻ എന്ത് ചെയ്തു? ഒരു മാർക്ക് കിട്ടും. ഇനി ഇങ്ങനെ പോയപ്പോ ഒരു മാർക്ക് കിട്ടും. ഇങ്ങനെ പോയപ്പോ ഒരു മാർക്ക് കിട്ടും. കുഴപ്പമുണ്ടോ? അതാണ് ഈ മാർക്ക് ഇട്ടേക്കണ കേട്ടാ. ഓക്കെ അല്ലേ? അതാണ് ഈ മാർക്ക് ഇട്ടേക്കണത്. ഓക്കെ, അപ്പോ ഈ നീല കളറിൽ കാണുന്ന ഇൻഡു എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഞാനൊരു എന്ത് വെച്ചിട്ടുണ്ട്? ഒരു കണ്ടക്ടിങ് റോഡ് വെച്ചിട്ടുണ്ട്. കണ്ടക്ടിങ് റോഡ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ഈ ഒരു സംഭവം കണ്ട? ഈ ഒരു ലെങ്ത്, ഈ ഒരു വടി, ഈ ഒരു റോഡ്, ഈ റോഡ് മൂവിങ് റോഡാ. ഈ റോഡ് എന്താണ്? ഒരു മൂവിങ് റോഡാ. ഇതെനിക്ക് വേണമെങ്കിൽ അങ്ങോട്ടും പിടിച്ച് നീക്കാം, വേണമെങ്കിൽ ഇങ്ങോട്ടും പിടിച്ച് നീക്കാം. ഓക്കെ, അപ്പോ ഇനി ഇതിന്റെ ലെങ്ത്, താഴത്തെയുള്ള ലെങ്ത് എക്സ് ആണ്. ഇവിടെ നിന്നുള്ള ലെങ്ത് എന്താണ്? ഇവിടെ നിന്നുള്ള ലെങ്ത് എക്സ് ആണ്. ഇവിടെ നിന്നുള്ള ലെങ്ത് എന്താണ്? എൽ ആണ്. ഇവിടെ നിന്നുള്ള ലെങ്ത് എന്താണ്? എൽ ആണ്. ഇവിടുത്തെ ലെങ്ത് എന്താണ്? എക്സ് ആണ്. അപ്പോ ഞാൻ പറയാം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ. ഫൈ ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ ആണ്. മക്കളെ ഇതെങ്ങനെ വന്നെന്ന് അറിയോ? ഞാൻ പറഞ്ഞത് ഇതൊരു സർഫസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സർഫസിന് ഏരിയ വെക്ടർ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കാം. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കാം. ഇതിന് രണ്ടിനും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്, തീറ്റ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ് എന്ത്? ഫൈ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. കുഴപ്പമുണ്ടാ? തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടർ, ഏരിയ വെക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലുള്ള ആംഗിൾ. ഓക്കെ, ഇനി കോസ് തീറ്റ. ഇനി വേറൊരു കേസ് എടുക്കുകയാണെങ്കിൽ ഈ എയും ബിയും, ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷൻ എടുക്കുക. ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും എയും ബിയും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടുത്തെ തീറ്റ എന്തായി പോവും? 0 ആയി പോവും. അപ്പൊ കോസ് 0 എന്താ? 1 ആ. അപ്പൊ എന്തായിട്ട് വരും? ഫൈ ഈസ് ഈക്വൽ ടു ബി എ ആവും ഇക്വേഷൻ. ഓക്കെ, ഫൈ ഈസ് ഈക്വൽ ടു എന്താവും? ബി എ ആവും. അപ്പോ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഫൈ ഈസ് ഈക്വൽ ടു ബി എ ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ എടുക്കുന്ന ഇക്വേഷൻ എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു ബി എ എന്നുള്ള ഇക്വേഷനാ. കുഴപ്പമുണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, ഏരിയ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ അല്ലേ? എ എന്ന് പറഞ്ഞാൽ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണോ?
ഏരിയ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ലെങ്ത് എന്താ, ഇവിടുത്തെ ലെങ്ത് എന്താ L, ഇവിടുത്തെ ലെങ്ത് എന്താണ് L, ഇവിടുത്തെ X ഇട്ടാ. അപ്പോ L ഇൻറ്റു എക്സ്, കുഴപ്പമുണ്ടാ, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ L ഇൻറ്റു എക്സ്. അപ്പൊ ഈ എയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, എയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക B ഇൻറ്റു എൽ എക്സ്. കുഴപ്പമുണ്ടാ, B ഇൻറ്റു എൽ എക്സ്. ഇനിയാണ് കളി, ഇനിയാണ് കളി. നോക്കിയേ നോക്കിയേ, നമ്മ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലടാ, E is equal to d∅dt, ആരുടെ ഇക്വേഷൻ, ഫാരഡേയുടെ ഇക്വേഷൻ. അതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക phi is equal to blx എന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലേ. അപ്പൊ എന്ത് ചെയ്യാ, d∅dt, ഫൈന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക blx. കുഴപ്പമുണ്ടാ, blx. അങ്ങനെയാണെങ്കിൽ ഈ ബിയും എല്ലും കോൺസ്റ്റന്റ് ആണ്. ബിയും എല്ലിന് എന്ത് ചെയ്യാ, പുറത്തോട്ട് എടുക്കുക. ബിയും എല്ലിന് എന്ത് ചെയ്യാ, പുറത്തോട്ട് എടുക്കുക. ബാക്കി എന്തുണ്ട്, dx/dt. കുഴപ്പമുണ്ടാ, dx/dt, ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം എന്താ, വെലോസിറ്റി, BLV. ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ, മോഷണൽ EMFന്റെ ഇക്വേഷൻ. EMF ഈസ് ഈക്വൽ ടു BLV. dx/dt എന്ന് പറഞ്ഞാൽ എന്താ വെലോസിറ്റി അറിയാലോ, പൊസിഷൻ, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് എന്ത്, വെലോസിറ്റി. EMF ഈസ് ഈക്വൽ ടു BLV. ഇതേ കിട്ടിയ മോഷണൽ EMFന്റെ ഇക്വേഷൻ. കുഴപ്പമുണ്ടോ, ഇത് ഡെറൈവ് ചെയ്യാൻ കുഴപ്പമുണ്ടോ, ഇല്ലല്ല, സിമ്പിൾ അല്ലേ. അപ്പൊ ഇനി അടുത്ത കാര്യത്തിലോട്ട് പോവാ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ ഒന്ന് വായിച്ച മക്കളെ. ദ ഫിനോമിന ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF in an isolated coil, in an isolated coil by varying current through the same coil, by varying current through the same coil is called self induction. ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു 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 എന്ത്, സോളിനോയിഡിൽ കറണ്ട് ഞാൻ കൊടുത്തു. സോളിനോയിഡിൽ ഞാൻ കറണ്ട് കൊടുത്തു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. മാഗ്നറ്റിക് ഫീൽഡ് കാരണം അവിടുത്തെ ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, അവിടെ EMF ഉണ്ടായി. എന്താ പറഞ്ഞത്, കറണ്ട് കൊടുത്തു, ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, EMF ഉണ്ടായി. എന്താ പറഞ്ഞത്, കറണ്ട് കൊടുത്തു, ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, EMF ഉണ്ടായി. പിന്നെയും കറണ്ട് കൂട്ടിക്കൊടുത്തു, ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, EMF ഉണ്ടായി. പിന്നെയും കറണ്ട് കൊടുത്തു, ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, EMF ഉണ്ടായി. അതായത് ഒരേ കോയിലിൽ തന്നെ കറണ്ട് കൂട്ടിക്കൊടുത്തു, ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, EMF ഉണ്ടായി. ഇത് ഒരേ കോയിലിൽ പിന്നെയും കറണ്ട് കൂട്ടിക്കൊടുത്ത് നമ്മൾ ഉണ്ടാക്കണ EMF ആ. അതായത് പിന്നെയും കറണ്ട് കൊടുത്തു, പിന്നെയും ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, പിന്നെയും EMF ഉണ്ടായി. പിന്നെയും കറണ്ട് കൊടുത്തു, പിന്നെയും ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, EMF ഉണ്ടായി. അതായത് കറണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുക. അതേ കോയിൽ, ഒരേ കോയിൽ കറണ്ട് വേരി ചെയ്തിട്ട് നമ്മ EMFനെ ഉണ്ടാക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സെൽഫ് ഇൻഡക്ഷൻ. ഒന്ന് വായിച്ചു നോക്കിയേ. പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ആൻ ഐസോലേറ്റഡ് കോയിൽ ബൈ വേരിയിങ് കറണ്ട്. കറണ്ട് വേരി ചെയ്തിട്ട് എവിടെ, സെയിം കോയിലിൽ തന്നെ, ഒരേ കോയിൽ കറണ്ട് വേരി ചെയ്തിട്ട് അവിടുത്തെ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയണത്. അപ്പോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അത് മനസ്സിലായെങ്കിൽ, സെൽഫ് ഇൻഡക്ഷൻ മനസ്സിലായെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സെൽഫ് ഇൻഡക്റ്റൻസ്, ഒരു സോളിനോയിഡിൽ ഉണ്ടാവുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ് നമ്മൾ അറിയണം. അപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ മക്കളെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഫ്ലക്സ് കൂടിയപ്പോ, അതായത് ഫ്ലക്സ് പ്രപ്പോർഷണൽ ടു I അല്ലേ, അതായത് കറണ്ട് വേരി ചെയ്തപ്പോ അല്ലേ, കറണ്ട് വേരി ചെയ്തപ്പോ എന്തുണ്ടായി, EMF ഉണ്ടായി. കറണ്ട് വേരി ചെയ്തപ്പോ ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ടാണ് എന്തുണ്ടായത്, EMF ഉണ്ടായത്. അപ്പോ കറണ്ട് ഈസ് പ്രപ്പോർഷണൽ ടു ഫൈ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇതെന്താ, പ്രപ്പോർഷണാലിറ്റിയാ. ആ സാധനത്തിനെ മാറ്റണം. അതിന് ഞാൻ ഈക്വൽ ടു കൊടുത്ത് ഒരു കോൺസ്റ്റന്റിനെയും കൊടുക്കുകയാണ്, L ഇൻറ്റു I. L എന്ന് പറഞ്ഞാൽ എന്താ, സെൽഫ് ഇൻഡക്റ്റൻസ്. L എന്ന് പറഞ്ഞാൽ എന്താ, സെൽഫ് ഇൻഡക്റ്റൻസ്, അല്ലെങ്കിൽ എന്താ, കോയിഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. L എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോ L ഈക്വൽ ടു എന്തായിരിക്കും, 5/I ആയിരിക്കും അല്ലേ, സിമ്പിൾ അല്ലേ. L ഈക്വൽ ടു എന്തായിരിക്കും, ഈ 5/I ആയിരിക്കും അല്ല. L ഈക്വൽ ടു എന്താണ്,
5/I ആണ്. ഇതാണ് എന്ത്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. ഇനി എൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഇനി ഇതിന്റെ യൂണിറ്റ് L is equal to 5/I അല്ലേ? ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫൈന്റെ മാഗ്നിഫ്ലക്സിന്റെ യൂണിറ്റ് എന്താ? വെബർ. വെബർ ബൈ ആംബിയർ, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ഹെൻറി എന്ന് വിളിക്കും. യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്? ഹെൻറി, അല്ലെങ്കിൽ എന്താ? വെബർ പെർ ആംബിയർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ അല്ലേ മക്കളെ? അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വായിച്ച്, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. മറ്റേ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? കാര്യങ്ങൾ എഴുതി പോവാ. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ എത്രയെന്ന് പറഞ്ഞാൽ 2mH, അതായത് 10⁻³ mH എന്നാ പറയുന്നത്. അതിന് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? 2 × 10⁻³ കൺവേർട്ട് ചെയ്യണം. ഇനി ബാക്കി എന്താ പറയുന്നത്? കറണ്ട് I is equal to 1 ആംപിയർ എന്നാണ് നിൽക്കുന്നത്. ഇനി സ്വിച്ച്ഡ് ഓഫ് ഇൻ എ ടൈം ഓഫ് 1 millisecond. സ്വിച്ച്ഡ് ഓഫ് എ ടൈം ഇൻ 1 millisecond. ഓക്കെ, ടൈം എന്താണ്? ഓക്കെ, 1 സെക്കൻഡ് ആണ്. അത് വേറെ കുഴപ്പമില്ല. വാട്ട് ഈസ് ദ EMF ഇൻ ഇറ്റ്? അപ്പോ ഇവിടുത്തെ EMF ആണ് നമ്മൾ എന്ത് ചെയ്യണത്? കണ്ടുപിടിക്കാൻ പോണത്. EMF LIT ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. EMF ഈസ് ഈക്വൽ ടു L × di/dt. ഓക്കെ ആണോ? L × di/dt. ഇനി നേരെ കൊടുത്ത സാധനം കിട്ടൂലടാ. EMF ഈസ് ഈക്വൽ ടു എല്ലിന് പകരം എന്തിട്ട് കൊടുക്കുക? 2 × 10⁻³ ഇൻറ്റു di/dt. 1 ആംപിയർ എന്നാ പറഞ്ഞേ. dt എന്താന്നാ പറഞ്ഞേ? 1 × 1 millisecond അല്ലേ? 1 millisecond അല്ലേ? 1 millisecond എന്നാട്ടാ പറഞ്ഞേക്കണം. 1 millisecond. മില്ലിസെക്കൻഡ് എന്തിലോട്ടാക്കണം? മില്ലിസെക്കൻഡ് 10⁻³ കൊടുക്കണം അല്ലേ? അപ്പൊ എന്താവും? സെക്കൻഡ് ആവും അല്ലേ? അപ്പൊ എന്താവും? 1 × 10⁻³ സെക്കൻഡ് ആവും. അപ്പോ അതാണ് എന്തെന്ന് പറഞ്ഞാല്, അപ്പോ ടൈമിന് പകരം എന്തിട്ട് കൊടുക്കണം? 1 × 10⁻³ അല്ലേ? ഇനി സിമ്പിൾ അല്ലേ? ഇത് 10⁻³ 10⁻³ വെട്ടിക്കളഞ്ഞ ബാക്കി എന്ത് കിട്ടും? 2 കിട്ടും അല്ലേ? 2 കിട്ടൂലേ? അപ്പോ എന്ത് കിട്ടി? EMF എന്ത് കിട്ടി? 2 വോൾട്ട് കിട്ടി. കുഴപ്പമുണ്ടാ? ഓക്കെ, ഇനി അടുത്തൊന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ. ദ കറന്റ് ഇൻ എ സർക്യൂട്ട് ഫോൾസ് ഫ്രം 5 to 1 in 0.1 സെക്കൻഡ്. ഓക്കെ, അത് സെക്കൻഡ്, മില്ലി സെക്കൻഡ് അല്ല. ഇനി ഇഫ് ആൻ ആവറേജ് EMF of 200 volt is induced, find the self inductance of the coil. സെൽഫ് ഇൻഡക്റ്റൻസ് ആ പറഞ്ഞേക്കണം, അതായത് എല്ലാ പറഞ്ഞേക്കണം. ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ, നിങ്ങൾക്ക് കിട്ടണ്ടെന്ന് നോക്കി. അപ്പൊ കറണ്ട് ഇൻ എ സർക്യൂട്ട് ഫോൾസ് ഫ്രം 5 to 1, അതായത് കറണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? കുറയുന്നു. 5 ന്ന് 1 എന്ത് ചെയ്യുന്നു? കുറയുന്നു. 5 ന്ന് 1 കുറഞ്ഞാൽ എന്താ? 4 ആംപിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി എത്ര സെക്കൻഡിൽ? 0. ടൈം എന്താ? അപ്പോ 0.1 സെക്കൻഡാ. ഇനി ആവറേജ് EMF തന്നിട്ടുണ്ട്, റാഹത്ത് അല്ലേ? EMF തന്നിട്ടുണ്ട്, റാഹത്ത്. എന്താന്നുണ്ട്? 200 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലെ? 200 വോൾട്ട് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം? എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. സിമ്പിൾ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്താൽ പോരെ. L × di/dt അല്ലേ? ഇനി EMF നമുക്കറിയാം എത്രയാണ്? 200 ആണെന്ന് അറിയാം. L 200 ആണെന്ന് അറിയാം. ഈസ് ഈക്വൽ ടു L അറിഞ്ഞൂടാ. di/dt എന്താ? 4. dt എന്താ? 0.1 അല്ലേ? ഇനി ഇതിന്ന് L കണ്ടുപിടിക്കണത് എങ്ങനെയാ? L is equal to 200 × 0.1 അല്ലേ? 200 × 0.1 by 4 ചെയ്ത് നോക്കിയേ. എത്ര കിട്ടും നോക്കിയേ? എന്ത് കിട്ടും? 5 കിട്ടും അല്ലേ? 5 കിട്ടും. ചെറിയ സിമ്പിൾ പ്രോബ്ലം അല്ലേ? ഇങ്ങനത്തെ പ്രോബ്ലം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ കേട്ടോ. അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പ്രഷൻ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിൽ ഉണ്ടാവുന്ന സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, ഇതിന് എന്താണ്? ലെങ്ത് ഉണ്ടാവും അല്ലെ? L ഉണ്ടാവും. പിന്നെന്താണ്? ഏരിയ അല്ലെ? അതിൻ്റെതായിട്ടുള്ള ഏരിയ ഉണ്ടാവും. ഇതിനൊരു കറണ്ട് ഞാൻ കൊടുക്കും അല്ലെ? ഇത് കുറെ നമ്പർ ഓഫ് ടേൺസ് അല്ലേ? ഒരു ചുറ്റൊന്നല്ല, കുറെ നമ്പർ ഓഫ് ടേൺസ് അല്ലേ? അപ്പോ n നമ്പർ ഓഫ് ടേൺസ് ചുറ്റുണ്ട്. ഇതിന് n നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു, phi ഈസ് പ്രപ്പോർഷണൽ ടു I അല്ലേ?
അല്ലല്ല, നമ്മ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, ഫൈ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ. പഠിച്ചിട്ടുണ്ടായില്ലേ നേരത്തെ, ഫൈ പ്രപ്പോർഷണൽ ടു ഐ എന്നിട്ടൊരു കോൺസ്റ്റന്റിനെ ഇട്ട് കൊടുക്കും, ഫൈ ഇസ് ഈക്വൽ ടു എൽ ഐ എന്ന് കിട്ടും. എടാ ഈ ഫൈ ഇസ് ഈക്വൽ ടു എൽ ഐ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിന്റെ മാത്രയാ. ഓക്കെ, ഈ ഒരു കുഞ്ഞു ഭാഗം, അതായത് ഇതാണ് ഒരു സോളിനോയിഡ് എങ്കിൽ ഫൈ ഇസ് ഈക്വൽ ടു എൽ ഐ എന്ന് പറയുന്നത് ഈ ഒരു ഫേസിന്റെ മാത്രം. അങ്ങനെ n നമ്പർ ഓഫ് ടേൺസ് ചുറ്റുണ്ട് ഇവിടെ. അങ്ങനെ n നമ്പർ ഓഫ് ടേൺസ് ചുറ്റുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, n ഫൈ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ വരും. കുഴപ്പമുണ്ടാ? n ഫൈ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ വരും. ഇനിയില്ലടാ, ഈ ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാലേ സ്മോൾ n ഇൻറ്റു അല്ല. ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ n ഇൻറ്റു അല്ല. അപ്പൊ ഒന്ന് പറഞ്ഞേ, സ്മോൾ n ഇൻറ്റു എൽ. ഓക്കെ, ഇൻറ്റു ഫൈ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ. കുഴപ്പമില്ല. ഇനി പറയാന്നുള്ളത്, എടാ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇൻറ്റു എ ആ. ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇൻറ്റു എ ആ. ഇവിടെ എന്താണ് കോസ് തീറ്റ എടുക്കാത്തത്? കാരണം എന്താ? ബിയും എയും ഒരേ ഡയറക്ഷനാ. അങ്ങനത്തെ ഇക്വേഷനാണ് ഞാൻ എടുത്തേക്കണത്. ഫൈ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. അപ്പോ അടുത്ത് നമുക്ക് കൊടുക്കാം n ഇൻറ്റു എൽ ഈസ് ഈക്വൽ n ഇൻറ്റു എൽ ഇൻറ്റു ബി ഇൻറ്റു എ അല്ലെ, ഇൻറ്റു ബി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എൽ ഐ. ഇനി നമുക്ക് എന്തിനു കൊടുക്കണം? ബിക്ക് ഒരു ഇക്വേഷൻ കൊടുക്കണം. ബിക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻ കൊടുക്കണം. ബി ഈസ് ഈക്വൽ ടു എന്താ? മ്യൂ സീറോ എൻ ഐ. ബി ഈസ് ഈക്വൽ ടു എന്താ? അവിടെ ഇത് കാണില്ല അല്ലെ, അവിടെ ഇത് കാണില്ല അല്ലെ, ഇവിടെ ഏതാ? ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ. മ്യൂ ഈസ് ഈക്വൽ ടു എൻ ഐ. ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ. അതാണ് എന്തിന്റെ? എടാ ഒരു സോളിനോയിഡിൽ കൂടെ, ഫ്രീ സ്പേസിൽ കൂടെ പോകുന്ന സോളിനോയിഡിൽ കൂടെ എന്ത് പോകുമ്പോ മാഗ്നറ്റിക് ഫീൽഡ് പോകുമ്പോ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് എന്ത്? മ്യൂ സീറോ എൻ ഐ. അപ്പോ എൻ എൽ, ബിക്ക് പകരം എന്തിട്ട് കൊടുക്കാം? മ്യൂ സീറോ എൻ ഐ. ബാക്കി ഇവിടെ എ ഉണ്ട് അല്ലെ, എൽ ഐ ഈക്വൽ ടു എൽ ഐ. ഇതേടാ ഐയും ഐയും ക്യാൻസൽ ആയി പോയി. അപ്പോ ഇതേ കണ്ട, എൽ ഇസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? മ്യൂ സീറോ ഉണ്ട്, ഇവിടെ ഒരു എൻ ഉണ്ട്, ഇവിടെ എൻ ഉണ്ട്. എൻ ഇൻറ്റു എൻ എന്താ? എൻ സ്ക്വയർ. ബാക്കി എ ഇൻറ്റു ഇവിടെ ഒരു എൽ ഉണ്ട് അല്ലെ, എൽ. അപ്പോ ഇതാണ് എന്തെന്ന് പറഞ്ഞാല് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡ്. അപ്പോ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചിട്ടുണ്ട്. എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ സ്ക്വയർ എ എൽ ആണ് ഇക്വേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണാട്ടാ, മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഒരു പ്രോബ്ലം ആണ് മക്കളെ. ഇവിടുത്തെ പ്രോബ്ലം എന്താ? എനർജി സ്റ്റോർഡ്. അത് നമ്മൾ എടുത്തിട്ടില്ലല്ലോ, വരണേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്യാ? വരുമ്പോ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇനി നോക്കിയേ, മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? മ്യൂച്വൽ ഇൻഡക്ഷൻ ഒന്ന് വായിച്ചേ, കാണണ്ട? ഒന്ന് വായിച്ചേ. The phenomenon of production of induced EMF, അല്ലെ? The phenomenon of production of induced EMF in a coil by varying the current through a neighboring coil. എന്താ പറഞ്ഞത്? The production of induced EMF in a coil by varying through a neighboring coil. അതായത് എന്താ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു സോളിനോയിഡ് ഞാൻ വരച്ചു, ഒരു വലിയ സോളിനോയിഡ് വരച്ചു. അതിന്റെ നടുക്കും കൂടി എന്താ? ഒരു ചെറിയ സോളിനോയിഡ് വരച്ചു, ഒരു കുഞ്ഞിത്. ഓക്കെ. എടാ ഞാനിവിടെ ഒന്നാമത്തേനാ ചെറിയ സോളിനോയിഡിന് ഒന്നൊന്നും കൊടുത്തു, വലിയ സോളിനോയിഡിന് എന്തൊന്നും കൊടുത്തു? രണ്ടെന്നും കൊടുത്തു. ഒന്നാമത്തേല് ഞാൻ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തേല് എനിക്ക് എന്ത് കിട്ടും? EMF കിട്ടും. ഇനി രണ്ടാമത്തേല് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തേല് എനിക്ക് എന്ത് കിട്ടും? EMF കിട്ടും. ഒരു സോളിനോയിഡില് കറണ്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സോളിനോയിഡില്, നെയ്ബറിംഗ് സോളിനോയിഡില് EMF ഉണ്ടാവുന്ന ആ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ബൈ വേരിയിങ് കറണ്ട് ത്രൂ എ നെയ്ബറിംഗ് കോയിൽ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയുള്ള ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലത്തിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഉണ്ടാവുന്ന EMF, നമ്മ സെൽഫ് ഇൻഡക്ഷൻ വഴി ഉണ്ടാവുന്ന EMFന്റെ ഇക്വേഷൻ പഠിച്ചു. EMF ഈസ് ഈക്വൽ ടു L ഇൻറ്റു DI ബൈ DT.
അതേപോലെ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഉണ്ടാവുന്ന ഇ എം എഫിന്റെ ഇക്വേഷൻ ആണ് എന്ത് എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. കുഴപ്പമുണ്ടാ? എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് എ കോയിൽ ഈസ് 1. ഓക്കെ, എം ഇസ് ഈക്വൽ ടു 1, തർക്കില്ല. കറണ്ട് ഇൻ എ വൺ കോയിൽ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 4 to 5 അല്ലെ? 4 to 5 അതായത് 4 ന്ന് 5 എന്ത് ഇൻക്രീസ് ചെയ്തു? കറണ്ട് ഇൻക്രീസ് ചെയ്തു അല്ലെ? കറണ്ട് ഈസ് ഈക്വൽ ടു 4 നിന്ന് 5 അല്ലെ? 4 നിന്ന് 5 എത്ര കൂടിയേക്കണം? 4 നിന്ന് 5 ഒന്നല്ലേ കൂടിയേക്കണം? 4 നിന്ന് 5 കറണ്ട് കൂടി എന്ന് വെച്ചാൽ എന്താ? ഒരു കറണ്ട് കൂടി. വാട്ട് ഈസ് ആൻ ആവറേജ് ഇ എം എഫ്? ഇ എം എഫ് ആണ് പിടിക്കുന്നത്. എന്താണ് പിടിക്കേണ്ടത്? ഇ എം എഫ് ആണ് പിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഇനി ടൈം പറഞ്ഞിട്ടുണ്ടാ? ടൈം പറഞ്ഞിട്ടല്ലേ? എവിടെ ഇത് 1 ms എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ടൈം ഡി ടി 1 മില്ലി സെക്കൻഡ് സെക്കൻഡിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? 1 × 10⁻³ ഇനിയിപ്പോ എല്ലാം കിട്ടിയില്ല. നേരെ ഇക്വേഷനിൽ കൊടുത്താൽ പോരെ. ഇ എം എഫ് ഈസ് ഈക്വൽ ടു എമ്മിന് പകരം എന്ത് ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. ഡി ഐക്ക് പകരം എന്ത് ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. ഡി ടിക്ക് പകരം എന്ത് ഇട്ട് കൊടുക്കുക? 1 × 10⁻³ ഇട്ട് കൊടുക്കുക. അല്ലേ? നോക്കിയേ, എമ്മിന് പകരം 1 ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ കറണ്ടിന് പകരം എന്തിട്ട് കൊടുത്തു? 1 ഇട്ട് കൊടുത്തു. ഡി ടിക്ക് പകരം എന്ത് കൊടുത്തു? 1 × 10⁻³ ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ 10⁻³ മുകളിലോട്ട് വരും. അപ്പൊ എന്താവും? 10⁻³ മുകളിലോട്ട് വന്നാൽ എന്താവും? 1000 ആവും അല്ലേ? 10⁻³ പുറത്തോട്ട് വന്നാ, അതായത് ഇതിന്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലസ് 10⁻³ ആവും. 10⁻³ എന്ന് പറഞ്ഞാൽ എന്താ? 1000. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറഞ്ഞാല് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി അടുത്തത് എന്താ? മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് എ കോയിൽ. ഒരു കോയിലുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് ഞാൻ പറഞ്ഞു. 2 സോളിനോയിഡ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 2 സോളിനോയിഡ് എടുക്കുക. എടുക്കട്ടെ കേട്ടാ, സാർ എടുക്കട്ടെ, ഒരു മിനിറ്റ്. ചെറുതിന് 1 കൊടുത്തു, വലുതിന് എന്തൊന്നും കൊടുത്തു? 2 കൊടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തേല് കറണ്ട് കൊടുത്തു. രണ്ടാമത്തേല് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തേൽ എന്തുണ്ടാവും? ഇ എം എഫ് ഉണ്ടാവും. ഒന്നാമത്തേല് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തേൽ എന്തുണ്ടാവും? ഇ എം എഫ് ഉണ്ടാവും. അതായത് കറണ്ട് കൊടുത്താൽ എന്തുണ്ടാവും? ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, ഇ എം എഫ് ഉണ്ടാവും. ഇനി ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ എന്ത് കൊടുക്കണം? ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് എന്ത്? മ്യൂച്വൽ ഇൻഡക്ടൻസ് എം ഇൻറ്റു ഐ. മ്യൂച്വൽ ഇൻഡക്ടൻസ് എം ഇൻറ്റു ഐ. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഓൾസോ കോൾഡ് ബാക്ക് ഇ എം എഫ് അല്ലെ? അതായത് സെൽഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന, അതായത് ഒരു സർക്യൂട്ടിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനെ നമുക്ക് എന്ത് വിളിക്കാം? ബാക്ക് ഇ എം എഫ് എന്ന് വിളിക്കാം. അതെന്തുകൊണ്ടാണ് പറയണത്? കാരണം ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇറ്റ് ഓപ്പോസ് എനി ചേഞ്ച് ഇൻ ദ കറണ്ട്. അതായത് ഇ എം എഫ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കറണ്ടിനെ ആര് ഓപ്പോസ് ചെയ്യും? ആ ഇ എം എഫ് ഓപ്പോസ് ചെയ്യും. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ എന്തെന്ന് വിളിക്കുന്നത്? ബാക്ക് ഇ എം എഫ് എന്ന് വിളിക്കുന്നത് അല്ലേ? മറ്റേ എന്താണ് പാമ്പിന്റെ കാര്യം വിളിക്കുക. പാമ്പിന് ഞാൻ പാലും മുട്ടയും കൊടുത്തിട്ട് വളർത്തി, ആ പാമ്പ് വലുതായി എന്നെ തിരിച്ചു കൊത്തു, എന്നെ ഓപ്പോസ് ചെയ്യും, എന്നെ എതിർക്കാൻ വരും. അത് തന്നെ സംഭവം. ആ എതിർക്കാൻ വരുന്നവനെ ഞാൻ എന്ത് വിളിച്ചു? ബാക്ക് സ്നേക്ക്, അല്ലെങ്കിൽ എന്താ? ബാക്ക് ഇ എം എഫ്. ഓക്കെ, അങ്ങനെ എതിർക്കുന്ന സാധനത്തിന് നമ്മൾ വിളിക്കുന്നു ബാക്ക് ഇ എം എഫ്. അത്രേ. അപ്പൊ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാ? ഇതിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതിനു മുന്നേ ഞാൻ ഈ പടമൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ഒരു പടം വരയ്ക്കാണ്. വലിയൊരു സോളിനോയിഡും വരച്ചു, പിന്നെ എന്തും വരച്ചു? ഒരു ചെറിയൊരു സോളിനോയിഡും വരച്ചു. ചെറിയൊരു സോളിനോയിഡ്. ആ ചെറിയ സോളിനോയിഡിന് ചെറുതിൻ്റെതായിട്ടുള്ള നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഏരിയ ഉണ്ട്. ഇനി വലുതിനും വലുതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്? നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഏരിയ ഉണ്ട്. ഇനി രണ്ടിന്റെയും ലെങ്ത് എന്താണ് മക്കളെ? സെയിം ആണ് അല്ലെ? രണ്ടിന്റെയും ലെങ്ത് സെയിം അല്ലേ? കണ്ടാൽ മനസ്സിലാവൂലേ? ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു, phi is equal to m into I. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സോളിനോയിഡിന് കറണ്ട് കൊടുത്തിട്ട് ഒന്നാമത്തേല് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ട് ഒന്നാമത്തേല് ഇ എം എഫ് ഉണ്ടാക്കാൻ പോവാ. അതായത് രണ്ടാമത്തേല് കറണ്ട് കൊടുത്തിട്ട് ഒന്നാമത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാകാൻ പോവുകയാണ്? ഇ എം എഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോ ഇതിന് രണ്ടിനും പേര് കൊടുത്തു. ഇനി ഇതിനും പേര് കൊടുക്കട്ടെ. മ്യൂച്വൽ ഇൻഡക്ടൻസ് എവിടെയാണ് ഉണ്ടാവുന്നത്? ഒന്നിലാണ് ഉണ്ടാവുന്നത്. ആര് കാരണമാണ് ഉണ്ടാവുന്നത്?
2 കാരണം. അപ്പൊ എന്തായി M12 ആയി. അല്ലെങ്കിൽ എന്ത് ചെയ്യാതെ ഇവിടുത്തെ 1 ഇവിടുത്തെ 2 എടുത്ത് തരും. എടാ ഈ 5-1 എന്ന് പറഞ്ഞാലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാഗത്തിന്റെ മാത്രമാ. അങ്ങനെ കുറെ ഇല്ലടാ, അങ്ങനെ കുറെ നമ്പർ ഓഫ് ടേൺസ് ഇല്ലേ. ഇവിടെ ഏതാണ് ഉണ്ടാവണത്? ചെറുതിലാണോ വലുതിലാണോ EMF ഉണ്ടാവണത്? ചെറുതിലാണോ വലുതിലാണോ? അതായത് രണ്ടാമത്തെ സോളിനോയിഡില് കറണ്ട് കൊടുക്കുമ്പോ ഒന്നാമത്തേൽ EMF ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തേലല്ലേ, ഒന്നാമത്തെ നമ്പർ ഓഫ് ടേൺസ് അല്ലേ ഇവിടെ നോക്കേണ്ടത്. അപ്പോ ഒന്നാമത്തെ നമ്പർ ഓഫ് ടേൺസ് നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഉണ്ടായിരിക്കണ 5 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭാഗത്തിന്റെ മാത്രം. അങ്ങനെ N1 നമ്പർ ഓഫ് ടേൺസ് കണ്ട, ഈ ചോപ്പ ലൈനിലുള്ളത് N1 നമ്പർ ഓഫ് ടേൺസ്, N1 നമ്പർ ഓഫ് ടേൺസ് സോളിനോയിഡ് എന്തുണ്ട്, ഈ കോയിലുണ്ട്. N1 5-1 ഈസ് ഈക്വൽ ടു M12 ഇൻറ്റു I2. കുഴപ്പമില്ല. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു, ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞു, സ്മോൾ n ഇൻറ്റു L ആണെന്ന് പറഞ്ഞു. ഇത് N1 ആയതുകൊണ്ട് ഇവിടെ N1 ആയിരിക്കും. L1 ആവോ? ഇല്ല, കാരണം ലെങ്ത് സെയിം ആ. എന്താ N1 L ഇൻറ്റു 5-1 ഈസ് ഈക്വൽ ടു M12 ഇൻറ്റു I2. ഓക്കെ, ഇനി 5-1 മാറ്റണം. 5-1 ഈസ് ഈക്വൽ ടു എന്താ, B ഇൻറ്റു A ആ. B1 ഉം A1 ഉം അല്ലെ, B1 ഉം A1 ഉം. അപ്പോ N1 ഇൻറ്റു L ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 5-1 എന്താണ്, 5ന്റെ കാര്യം നോക്കണം കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, 5ന്റെ കാര്യം എന്ത് ചെയ്യണം, ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളെ, 5 അടുത്തത് എന്താണ്, 5-1 എന്ത് കൊടുക്കണം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എടാ 5-1 കൊടുക്കുമ്പോ സൂക്ഷിക്കണം, 5-1 ഈസ് ഈക്വൽ ടു B ഇൻറ്റു A. നമുക്ക് അറിയണ ഇക്വേഷനാ. ഇനി 5 കൊടുക്കുമ്പോ ഞാൻ ദേ കാണിച്ചു തരാം. എടാ രണ്ടാമത്തേല് കറണ്ട് കൊടുക്കുമ്പോ, അതായത് വലുതിൽ കറണ്ട് കൊടുക്കുമ്പോ വലുതിൽ കൂടെ എന്ത് പോണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് പോണ്ട്. ആ പോയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത് ചെയ്യണത്, ചെറുതിലേക്ക് കൂടിയും പോണത്. മനസ്സിലായ? വലിയ മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്ത് ചെയ്യണത്, ആദ്യമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ്, വലിയ സോളിനോയിഡിലാണ് എന്ത് ചെയ്യണത്, മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോണത്. മനസ്സിലായത്? ഈ പടം മനസ്സിലാവണില്ലേ? ഞാൻ ഒന്നുകൂടി മറിച്ച. മക്കളെ, രണ്ടാമത്തെ സോളിനോയിഡിൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കൂടെ അല്ലേടാ പോവുക, അല്ലേ? രണ്ടാമത്തെ കൂടെ അല്ലേ മാഗ്നറ്റിക് ഫീൽഡ് പോവുക, അല്ലേ? ആ പോണ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ കൂടെ പോകും, ഒന്നാമത്തെ ആ കുഞ്ഞി സോളിനോയിഡിൽ കൂടെ പോകും. അപ്പൊ ആരുടെ മാഗ്നറ്റിക് ഫീൽഡാ, രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡാ. എന്താ, രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡാ. ഈ രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ചെറുതിലേക്ക് കൂടെ പോകും, അല്ലെ? ചെറുതിലേക്ക് കൂടെ പോകും. ചെറുതിലേക്ക് കൂടെ പോകുമ്പോ ഏരിയ അടുത്ത, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് ഓക്കെ, B2 ആയി. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ അതായത് സോളിനോയിഡിന്റെ ഏരിയ. ഏതിലാണ് ഇവിടെ EMF ഉണ്ടാവുന്നത്, ഒന്നാമത്തേല്. രണ്ടാമത്തേല് കാരണം എടുത്തിട്ട് ഒന്നാമത്തേന്റെ ഏരിയ എന്താ, A1. കുഴപ്പമുണ്ടാ? ഇല്ല. ഇനി എന്ത് ചെയ്യാ, ഇട്ട് കൊടുക്കുക കേട്ടാ. ഇനി ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. 5-1 ഈസ് ഈക്വൽ ടു B2 ഇൻറ്റു A1 ഈസ് ഈക്വൽ ടു M12 ഇൻറ്റു I2. ഇനി എന്താ, നേരിട്ട് കൊടുക്കുക. ഇനി B2നും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. B2 ഈസ് ഈക്വൽ ടു μ0 N2 ഇൻറ്റു I2. ഇതെന്താ, നമ്മൾ നേരത്തെ പറയുന്നത് സോളിനോയിഡിൽ കൂടെ കറണ്ട് പോകുമ്പോ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് എന്ത്, μ0 N ഇൻറ്റു I2. ഇതെല്ലാം 2ന്റെ ടേമിലായതുകൊണ്ട് ഇത് മൊത്തം 2ന്റെ ടേമിലായി പോയി. N1 ഇൻറ്റു L B2ന് പകരം എന്തിട്ട് കൊടുക്കുക, B2ന് പകരം എന്തിട്ട് കൊടുക്കുക, μ0 N2 ഇൻറ്റു I2. ബാക്കി A1 ഉണ്ട്, അല്ലെ? ബാക്കി എന്തുണ്ട്, A1 ഉണ്ട്. ഈസ് ഈക്വൽ ടു M12 ഇൻറ്റു I2. ഇതാണ് മക്കളെ, I2 ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വന്നു, M12 ഈസ് ഈക്വൽ ടു μ0 N1 ഉം N2, N1 ഉം N2. ബാക്കി എന്തുണ്ട്, A1 ഉണ്ട്, L. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിന്റെ ഇക്വേഷൻ. ഇതേ ഇക്വേഷൻ തന്നെയായിരിക്കും അടുത്തത് ചെയ്യുമ്പോൾ. അതായത് ഇപ്പൊ നമ്മ രണ്ടാമത്തെ സോളിനോയിഡിൽ കറണ്ട് കൊടുത്തപ്പോ ഒന്നാമത്തെ സോളിനോയിഡിന് EMF ഉണ്ടായി. ഇനി ഒന്നാമത്തെ സോളിനോയിഡിൽ കറണ്ട് കൊടുക്കുമ്പോൾ രണ്ടാമത്തേൽ എന്തുണ്ടാവും, EMF ഉണ്ടാവും. ആ ഇക്വേഷനും ഇത് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, M12 ഈസ് ഈക്വൽ ടു M21. M21 എന്ന് പറഞ്ഞാൽ എന്താ,
നമ്മ ഒന്നാമത്തേല് രണ്ടാമത്തേല് കറണ്ട് കൊടുത്തപ്പോ ഒന്നാമത്തേല് ഉണ്ടായി, അതാണ് എന്ത് M12. ഇനി 2 എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നാമത്തേല് കറണ്ട് കൊടുക്കുമ്പോ രണ്ടാമത്തേല് EMF ഉണ്ടായി, ഒന്നാമത്തേല് കറണ്ട് കൊടുത്തപ്പോ രണ്ടാമത്തേല് EMF ഉണ്ടായി. ഇത് രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഈ mu0 n1 × n2 × a1 × L എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നെയായിരിക്കും അവിടെയും കിട്ടാൻ പോണത്. അതായത് രണ്ടാമത്തെ സോളിനോയിഡിൽ കറണ്ട് കൊടുക്കുമ്പോൾ ഒന്നാമത്തേൽ EMF ഉണ്ടാവുന്നതും ഒന്നാമത്തെ സോളിനോയിഡിൽ കറണ്ട് കൊടുത്തിട്ട് രണ്ടാമത്തേൽ EMF ഉണ്ടാവുന്നതും സെയിം ആയിരിക്കും. M12 × M21 ആയിരിക്കും. അപ്പോ ഇത്രേ ഉള്ളു മക്കളെ ഇതിന്റെ ഇക്വേഷൻ. ഇനി എന്താ, ഇനി ഒരു ടോപ്പിക്കും കൂടി ഉണ്ട് കേട്ടോ. ഇനി ഒരു ടോപ്പിക് ഉണ്ട്, എനർജി സ്റ്റോർഡ്. എന്താണ് എനർജി സ്റ്റോർഡ്? ഇൻ ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഒരു മിനിറ്റ്, ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു ഇൻഡക്ടർ വരച്ചു. അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന എന്താ കണ്ടുപിടിക്കേണ്ടത്, എനർജിയാ കണ്ടുപിടിക്കേണ്ടത്. മക്കളെ എനർജി എങ്ങനെ സ്റ്റോർ ചെയ്യണത്, വർക്കിന്റെ ഫോമിലല്ലേ, അല്ലേ? വർക്ക് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് എനർജി. നമ്മ പഠിച്ച കാര്യം എനർജി എന്ത് ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്, വർക്ക് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് എനർജി. അപ്പോ ഞാനിവിടെ ഒരു കഥ പറയാൻ പോയാണ്. ഞാനിവിടെ നിന്നൊരു കറണ്ട് കൊടുത്തു, ഈ ഇൻഡക്ടറിൽ കറണ്ട് കൊടുത്തു. അപ്പോ ആ കറണ്ട് നമ്മ ഉദ്ദേശിക്കുന്ന ഒരു പർട്ടിക്കുലർ കറണ്ടിലോട്ട് എത്തിയിട്ടില്ല. എന്താണ് പർട്ടിക്കുലർ കറണ്ട് മക്കളെ? ഇതൊരു സാധാരണ വയറല്ല, എന്താ, ഒരു സോളിനോയിഡാ. സോളിനോയിഡിൽ ഇച്ചിരി പാടാണ് കറണ്ട് ഒഴുകാൻ, കാരണം അവിടെ EMF ഉണ്ടാവും, അതിനെ ഓപ്പോസ് ചെയ്യും, അല്ലേ? അപ്പോ ഓപ്പോസ് ചെയ്യും, അത് നമുക്കറിയാം. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ആ ഓപ്പോസ് ചെയ്യണ സാധനത്തിനാ ഒരു ഒരു ഇൻഡക്ടറിൽ അവിടെ ഉണ്ടാവുന്ന EMFന്റെ ഇക്വേഷൻ എന്താ, L × di/dt ആ, അല്ലെ? ഒരു EMF, ഒരു സോളിനോയിഡിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എന്താ, L × di/dt ആ, L × di/dt ആ. അപ്പോ L × di/dt എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൊടുക്കുന്ന കറണ്ടിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കറണ്ട് ഈ L × di/dt മറികടന്നിട്ട് വേണം ഈ ഇവിടെ ഒന്നൊന്നും കൊടുക്കുക, ഇവിടെ എന്തൊന്നും കൊടുക്കുക, രണ്ടൊന്നും കൊടുക്കുക, ഈ 1 ന്ന് 2 പോവാൻ, അല്ലേ? ഈ 1 ന്ന് 2 പോവാൻ. അല്ലേ? അതായത് ഈ കറണ്ട് L × di/dt എന്ന് പറഞ്ഞ സാധനത്തിനെ മറികടന്നിട്ട് വേണോടാ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തോട്ട് പോവാൻ, അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്താവുള്ളൂ, സുഖമായിട്ട് പോവുള്ളൂ. അത്രയും പാടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും, ഒരു എക്സ്റ്റേണൽ ഒരു വർക്ക് കൊടുക്കും. എക്സ്റ്റേണൽ എന്ത് കൊടുക്കും, ഒരു വർക്ക് കൊടുക്കും. ആ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു DQ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരു DQ ചാർജ് ഉണ്ട്. ഈ കുഞ്ഞു ചാർജിനെ എനിക്ക് അപ്പുറത്തോട്ട് എത്തിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ വർക്ക് കൊടുക്കുകയാണ്. ആ എക്സ്റ്റേണൽ കൊടുക്കുന്ന വർക്കാണ്. ആ വർക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അവിടുത്തെ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? അവിടുത്തെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ വർക്കിന്റെ ഇക്വേഷൻ W = QV ആണെന്ന് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. W = QV ആണ്, കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കുഞ്ഞി വർക്കാ. കാരണം എന്താ, കുഞ്ഞി ചാർജാ, DQ. ഇവിടുത്തെ വോൾട്ടേജ് എന്താ, L × di/dt ആ. ഈ സാധനത്തിനെ മറികടന്നിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ, അപ്പുറത്തോട്ട് പോകാൻ. അപ്പോ L × di/dt മറികടന്നിട്ട് വേണം എന്ത് ചെയ്യാൻ എനിക്ക് അപ്പുറത്തോട്ട് പോവാൻ. ആർക്ക്, DQ-ന് ഒന്നാമത്തെ നിന്ന് രണ്ടാമത്തേലോട്ട് പോവാൻ. ഓക്കെ, അപ്പോ ഇത് നോക്കിയടാ, dQ/dt എന്താണ്, dQ/dt. എടാ dQ/dt എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ Q/T എന്ന് പറഞ്ഞാൽ കറണ്ട് അല്ലേ? Q/T എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് അല്ലേ? അപ്പൊ dQ/dt എന്ന് പറഞ്ഞാൽ എന്താ, അതും കറണ്ട് തന്നെയാ. dW = എന്തായി, കറണ്ടായി. ഓക്കെ, ഇൻറ്റു L × എടാ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനേ ഇവിടെ ഞാൻ ക്യാപിറ്റൽ I കൊടുക്കേണ്ട, സ്മോൾ ഐയും കൊടുക്കാം. ഞാൻ നേരത്തെ സ്മോൾ ഐ ആണല്ലോ കൊടുത്തോണ്ടിരുന്നത്, കണ്ട ഇവിടെയൊക്കെ സ്മോൾ ഐ അല്ലേ കൊടുത്തോണ്ടിരുന്നത്. ക്യാപിറ്റൽ I കൊടുക്കണ്ട, കുഴപ്പമില്ല. ഇനി അതിന് പറഞ്ഞ് ഒരു തർക്കം വേണ്ട.
അപ്പോ I ഇൻറ്റു എൽ ഇൻറ്റു ഡി ഐ ഇത്രയും വന്നു. ഇനി എല് ഇനി എന്താന്ന് പറയുക ചെയ്യേണ്ടത്, ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇനി ഇതിന് എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് കുഞ്ഞു വർക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ വർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പോണി, ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. കുഞ്ഞു വർക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വലിയ വർക്ക് കിട്ടും. ഇവിടുത്തെ ലിമിറ്റ് എന്തായിരിക്കും, സീറോയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കറണ്ട്, സീറോയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കറണ്ട്, ആ കറണ്ടിനാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, ഐ എന്ന് വിളിക്കുന്നത്. കുഴപ്പമുണ്ടോ, ഇല്ല. പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ കോൺസ്റ്റന്റിനൊക്കെ എന്ത് ചെയ്യണം, പുറത്തോട്ട് വിടണം. എല്ല് കോൺസ്റ്റന്റാ, സെൽഫ് ഇൻഡക്റ്റൻസാ. അപ്പോ എല്ലിനെ പുറത്തോട്ട് ഇട്ടു. ഇന്റഗ്രൽ 0 to I, ബാക്കി എന്തുണ്ട്, ക്യാപിറ്റൽ I ഇൻറ്റു ഡി ഐ. കുഴപ്പമുണ്ടാ, ഇവിടെ ഈ സാധനം നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ദേ ഞാൻ പറഞ്ഞുതരാം, ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഫോമിലല്ലേ കിടക്കണത്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് സ്ക്വയർ ബൈ 2 എന്നല്ലേ, എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, W ഈക്വൽ ടു എൽ ഇൻറ്റു എന്ന് പറഞ്ഞേ ഐ ഡി ഐ എന്ന് പറഞ്ഞാൽ എന്താ, ഐ സ്ക്വയർ ബൈ 2. ലിമിറ്റ്സ് പോകോ ഇല്ല, ലിമിറ്റ്സ് എന്ത് തന്നെ, 0 to I തന്നെ. ഇനി എന്ത് കൊടുക്കണം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. W ഈക്വൽ ടു എൽ ഇൻറ്റു അപ്പർ ലിമിറ്റ് തന്നെയാണ്, ഐ തന്നെയാണ്. അപ്പൊ മാറ്റമില്ല, ഐ സ്ക്വയർ ബൈ 2 അല്ലെ, ഐ സ്ക്വയർ ബൈ 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതിന്റെ സ്ഥാനത്ത് എന്നിട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. കുഴപ്പമുണ്ടാ, ഇതെന്തായി പോവും, 0 ആയി പോവും. W ഈക്വൽ ടു എൽ ഐ സ്ക്വയർ ബൈ 2. ഭംഗിക്ക് വേണ്ടിട്ട് ഇങ്ങനെ എഴുതാ, ഹാഫ് ഇൻറ്റു എൽ ഐ സ്ക്വയർ എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ, ഇല്ലല്ലോ. ഈ വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞേ, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞേ. ഹാഫ് ഇൻറ്റു എൽ ഐ സ്ക്വയർ കിട്ടിയ ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ എന്താ, ഹാഫ് ഇൻറ്റു എൽ ഐ സ്ക്വയർ. അപ്പോ നമ്മ മുന്നേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞല്ലേ, എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ, the energy stored in an inductor of inductance 50. inductance എന്താ 50, inductance 50 when a current എന്താ 2 is passed through it. കാൽക്കുലേറ്റ് എന്ത്, എനർജി സ്റ്റോർഡ്, കാൽക്കുലേറ്റ് എനർജി സ്റ്റോർഡ്. സിമ്പിൾ അല്ലേ, എന്താ, U is equal to ഹാഫ് ഇൻറ്റു എൽ ഐ സ്ക്വയർ. എൽ എന്താണ്, 15 ആണ്. I എന്താണ് 2 ആംപിയർ ആണ്. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു I എന്താണ് 2 സ്ക്വയർ, ഹാഫ് ഇൻറ്റു അല്ലേ, ഒന്ന് പറഞ്ഞേ, ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 4. രണ്ടും വെട്ടിപ്പോയി, 2 5 10. എനർജി എത്ര, 10 ജൂള്. എനർജി എത്ര, 10 ജൂള്. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് എന്ത്, എ സി ജനറേറ്റർ. ലാസ്റ്റത്തെ ടോപ്പിക്കാണ് എന്ത്, എ സി ജനറേറ്റർ. നോക്കിയേ, എ സി ജനറേറ്റർ മക്കളെ. എ സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതെ ഇതാണ്ട, രണ്ട് മാഗ്നറ്റിന്റെ ഇടയിൽ ഒരു ആർമേച്ചർ വെച്ചിട്ട് നമ്മ അവിടെ എന്ത് സംഭവിക്കണം, EMF ഉണ്ടാക്കിയാണ്. ഓക്കെ, രണ്ട് മാഗ്നറ്റിക് ഫീൽഡിനിടയിൽ നമ്മൾ ആർമേച്ചർ വെച്ചിട്ട് ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യാണ്. അവിടെ ആർമേച്ചർ ഇവിടെ എന്താ നോക്കിയേ, ഇവിടെ കണ്ട കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് കടന്നുകൊണ്ടിരിക്കുക. കണ്ട കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഒരു ആർമേച്ചർ വെച്ചിട്ട് ഞാൻ ആർമേച്ചർ കറക്കി. അപ്പൊ അവിടെ എന്തുണ്ടാവും, ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, EMF ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന EMF-നെ നമ്മൾ വിളിക്കും ഓൾട്ടർനേറ്റ് കറണ്ട് എന്ന് വിളിക്കും. അതാണ് അടുത്ത ചാപ്റ്റർ. ഓക്കെ, ഓൾട്ടർനേറ്റ് കറണ്ട്. അപ്പോ ഈ AC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയാൻ എന്താ, AC സിഗ്നലാ. ഓൾട്ടർനേറ്റ് കറണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഔട്ട്പുട്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഒരു എക്സ്പ്രഷൻ ഉണ്ട്. എന്താ, വോൾട്ടേജ് അവിടത്തെ ഉണ്ടാവുന്ന EMF-ന്റെ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതായത് രണ്ട് മാഗ്നറ്റിന്റെ ഇടയിൽ ഒരു ആർമേച്ചർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മെക്കാനിക്കലി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ EMF പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെ, ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് EMF പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ ആ EMF-നെ നമ്മൾ എന്ത് വിളിക്കും, AC ഓൾട്ടർനേറ്റ് കറണ്ട്. അവിടെ ഉണ്ടാവുന്ന കറണ്ട് നമ്മൾ എന്ത് വിളിക്കും, ഓൾട്ടർനേറ്റ് കറണ്ട് എന്ന് വിളിക്കും. ഇനി AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ എനർജി അല്ലേ.
ഇവിടെ മെക്കാനിക്കലല്ലേ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണത്, അത് എന്ത് ഫോമിലായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഇതിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. എന്തിന്റെ എക്സ്പ്രഷൻ? ഇവിടെ ഉണ്ടാവുന്ന EMFന്റെ എക്സ്പ്രഷൻ. സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. എടാ കറങ്ങുമ്പോഴുള്ള വെലോസിറ്റി എന്താ? കറങ്ങുമ്പോഴുള്ള വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി. കറങ്ങുമ്പോഴുള്ള വെലോസിറ്റി എന്താ? ആംഗുലാർ വെലോസിറ്റി ഒമേഗ അല്ലെ? ഒമേഗ. എടാ കറങ്ങുമ്പോൾ അവിടുത്തെ ആംഗിൾ ചേഞ്ച് ആവല്ലേ വിത്ത് റെസ്പെക്ട് ടു ടൈം? തീറ്റ ബൈ ടൈം അല്ലെ? തീറ്റ ആംഗിളില് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ എന്ത് ചെയ്യുന്നു? അവിടെ കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി എന്ന് ഇരിക്കൂടെ? ഈ ടി ഇങ്ങോട്ട് ഉണ്ടായാൽ മതി. തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി. മക്കളെ ഫൈ ഈസ് ഈക്വൽ ടു BA കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ, ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഇനി ഫൈ ഈസ് ഈക്വൽ ടു BA കോസ് തീറ്റയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? ഒമേഗ ടി ഇട്ട് കൊടുക്കുക. കുഴപ്പമുണ്ടാ? കുഴപ്പമുണ്ടാ? ഇല്ല. കുഴപ്പമുണ്ടാ? ഇല്ല. ഇനി എടാ ഇവിടെ എന്ന് പറഞ്ഞാല് AC ജനറേറ്ററിൽ ഒരു ആർമേച്ചർ കോയിൽ വെക്കോ? ആരേലും ഒരെണ്ണം വെക്കോ? ഒരു കമ്പിച്ചിട്ട് വെക്കോ? ഇല്ല. n നമ്പർ ഓഫ് കമ്പിച്ചിട്ട് ഉണ്ടാവും, n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും, n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും. അപ്പോ എന്തും കൂടി കേട്ടണം? n നമ്പർ ഓഫ് ടേൺസും കൂടി ഇതിന്റെ ഉള്ളിൽ കേട്ടണം. NBA കോസ് ഒമേഗ ടി. കുഴപ്പമുണ്ടാ? കുഴപ്പമുണ്ടാ? ഇല്ലല്ല. ഇനി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്? EMFന്റെ ഇക്വേഷൻ d∅dt. ഫാരഡേയുടെ ഇക്വേഷൻ, ഫസ്റ്റത്തെ ഇക്വേഷനെ is equal to d∅dt. E is equal to d/dt of ഫൈന്റെ സ്ഥാനത്ത് എന്നിട്ട് കൊടുക്കുക NBA കോസ് ഒമേഗ ടി. കുഴപ്പമുണ്ടാ? കുഴപ്പമുണ്ടാ? NBA കോസ് ഒമേഗ ടി. NBA കോൺസ്റ്റന്റ് ആണ്. NBA എന്താണ്? കോൺസ്റ്റന്റ് ആണ്. EMF is equal to NABA. ഇവിടെ ഒരു കാര്യം എടുക്കണം. നമ്മ ഫാരഡേയുടെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലേ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് മൈനസ് വരും. ഫാരഡേയുടെ ഇക്വേഷൻ എടുത്താല് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് മൈനസ് വരും. അപ്പൊ നമ്മൾ ഇവിടെ എന്തെടുക്കും അറിയോ? ഫാരഡേയുടെ ഇക്വേഷൻ മാറ്റിയിട്ട് എന്തെടുക്കണം? ലെൻസസിന്റെ ഇക്വേഷൻ എടുക്കണം. ലെൻസസിന്റെ ഇക്വേഷൻ എന്താ പ്രത്യേകത? ഒരു മൈനസ് കയറി വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താ? ഒരു മൈനസ് ഇട്ട് വെച്ചേക്കാം. എല്ലായിടത്തും എന്ത് വെച്ചേക്കാം? ഒരു മൈനസ് ഇട്ട് വെച്ചേക്കാം. കാര്യമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. -NBA അതവിടെ കിടപ്പുണ്ടല്ല. -NBA എന്താന്ന് പറഞ്ഞു? കോൺസ്റ്റന്റ് ആന്ന് പറഞ്ഞു. ബാക്കി എന്തുണ്ട്? d/dt ഓഫ് കോസ് ഒമേഗ ടി അല്ലെ? d/dt ഓഫ് കോസ് ഒമേഗ ടി എന്താ? d/dt ഓഫ് കോസ് എന്താ? -n. d/dt ഓഫ് കോസ് എന്താ? -i is equal to -NBA. d/dt ഓഫ് കോസ് എന്താ? -sin ഒമേഗ ടി ഇൻറ്റു എന്താ? ഞാൻ അവിടെ ഇൻറ്റു ഇട്ടത് മച്ചാനെ. ഇവിടെ അല്ലേ ഒമേഗ അല്ലേ? ഒമേഗ ടി അല്ലേ? ഇവിടെ എന്താണ്? ഒമേഗ അല്ലേ? തീറ്റ അല്ലല്ലോ. സൈൻ തീറ്റ ആണെങ്കിൽ എന്താവും? കോസ് തീറ്റോ അല്ല കോസ് തീറ്റ ആയതുകൊണ്ട് മൈനസ് സൈൻ തീറ്റോ. ഇവിടെ എന്താ? ഒമേഗ ടിയാ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഒമേഗ ടി അല്ലെ? ഒമേഗ ടീനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു ഒമേഗ കൂടി കയറി വരും. ഒന്നുമില്ല, ഒരു ഒമേഗ നിങ്ങൾ വെറുതെ ഇട്ടാൽ മതി കേട്ടാ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. EMF ഈസ് ഈക്വൽ ടു കണ്ടാ നമ്മൾ മറ്റേ ലെൻസസിന്റെ ഇക്വേഷൻ എടുത്ത് നന്നായില്ലേ? ഇപ്പൊ 2 മൈനസ് ആയി. ആ മൈനസ് എന്തായി പോകും? ക്യാൻസൽ ആയി പൊക്കോളും. നേരത്തെ അല്ലെങ്കിൽ എന്താവും? ആൻസറിൽ ഒരു മൈനസ് വന്ന് കിടക്കും. അതെടങ്ങേറാണ്. അപ്പോ ഈ 2 മൈനസ് എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുണ്ട്? NABA ഒമേഗ ഇൻറ്റു സൈന് ഒമേഗ ടി. ഓക്കെ. ഈ NBA ഒമേഗനെ ഞാൻ എന്തെന്ന് വിളിക്കാണ്? E0 എന്ന് വിളിക്കാണ്. NBA ഒമേഗ ഞാൻ വിളിക്കുകയാണ് E0 എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇതാണ് എവിടെ ഉണ്ടാവുന്ന EMF? AC ജനറേറ്ററിൽ ഉണ്ടാവുന്ന EMFന്റെ ഇക്വേഷൻ ആണ് എന്ത്? ഈസ് ഈക്വൽ ടു E0 ആണ് ട്ടാ. E0 ആണ്. E0 സൈൻ ഒമേഗ ടി. ഓക്കെ. ഈ ഇക്വേഷൻ പഠിച്ചു നോക്കുക. ഈ ഇക്വേഷൻ എന്ത് ചെയ്യാ? പഠിച്ചു വെക്ക. ഇനി ഇവിടെ ഉണ്ടാവുന്ന മക്കളെ ഇവിടെ ഉണ്ടാവുന്ന സിഗ്നൽ എന്താ? ഇവിടെ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് എന്താ? AC അല്ലേ? AC സിഗ്നൽ അല്ലേ? AC സിഗ്നൽ അല്ലേ? AC സിഗ്നലിന്റെ പ്രത്യേകത എന്താ?
അല്ലെ? കുറച്ചു നേരം പോസിറ്റീവ് കൂടെ പോകും, അത് കഴിയുമ്പോൾ നെഗറ്റീവ്, പിന്നെയും പോസിറ്റീവ് കൂടെ പോകും, പിന്നെ നെഗറ്റീവ് കൂടെ പോകും അല്ലെ? ഇതിനെന്താ 90 ആയിരിക്കും, ഇവിടെ 180 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും 270 ആയിരിക്കും, ഇവിടെ 360 ആയിരിക്കും അല്ലെ? ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ എ സി ജനറേറ്ററിന്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഓൾട്ടർനേറ്റ് കറണ്ട്. ഓക്കെ, ഓൾട്ടർനേറ്റ് കറണ്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പോ നമ്മുടെ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. അപ്പോ സിമ്പിൾ ചാപ്റ്റർ ആണ്, ഭയങ്കര കുഞ്ഞു ചാപ്റ്റർ ആണ്, വേറെ ഒന്നും കാര്യമായിട്ട് പഠിക്കാനില്ല. കുറച്ച് ഡെറിവേഷൻസ്, അത് നമ്മ ഇതിനു മുന്നേ പഠിച്ചു വെച്ച് നോക്കിയിട്ട് ഇത് ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റിൽ ചോദിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി റീവൈൻഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ നന്നായിട്ട് എല്ലാ ചാപ്റ്ററും എന്ത് ചെയ്യുക? ക്രിസ്മസ് എക്സാം ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങളും ഞങ്ങളൊപ്പം എന്ത് ചെയ്യുക? കവർ ചെയ്ത് പോവുക, നന്നായിട്ട് പഠിക്കുക. അപ്പോ ഗോഡ് ബ്ലെസ്. ഓക്കെ, അപ്പോ ബൈ.